മാത്രമാണോ? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഒന്ന് മറച്ചു നോക്ക്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇൻ തസ്തഗീസു ബിന്നവാഇബി ലാ യസ്മഊന ദുആഅക്കും എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ, ബുദ്ധിമുട്ടുകളുടെ ഘട്ടത്തിൽ ഇസ്തിഗാസ നടത്തിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇനി മാത്രമല്ല, നിങ്ങൾ വിചാരിക്കേണ്ടത് കല്ലാണ്, മരമാണ് എന്ന് കൃത്യമായി, വളരെ കൃത്യമായി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ള, ആരാധിക്കപ്പെടുന്ന അമ്പിയാക്കളിലേക്ക് മടങ്ങൽ, മലായികത്തുകളിലേക്ക് മടങ്ങൽ, ജിന്നുകളിലേക്ക് മടങ്ങൽ. ആരാധിക്കപ്പെടുന്ന ഏതൊക്കെ മനുഷ്യരുണ്ടോ, ഏതൊക്കെ ആരാധ്യ വസ്തുക്കളുണ്ടോ, അവയിലേക്കൊക്കെ മടങ്ങൽ. ആരെ വിളിച്ചാലും അവർ കേൾക്കുകയില്ല, ആരെ വിളിച്ചാലും അവർ ഉത്തരം ചെയ്യുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിളിച്ചാൽ കേൾക്കുന്ന, വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന ലോകത്തിന്റെ തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് റബ്ബ് പറഞ്ഞത്, വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളോട് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് വളരെ കൃത്യമായി ലോകത്തിന്റെ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. ഇനി മാത്രല്ല, നിങ്ങൾ നോക്കൂ, ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ നിരന്തരമായി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം ഇത് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാൾ ഇവിടെ വന്നിരുന്നു. അയാള് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ തകർന്ന് തരിപ്പണായി, ഓല തൗഹീദൊന്നൊക്കെ ഇനി എടുക്കാനില്ല, ഒക്കെ തകർന്ന് തരിപ്പണായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒന്നും അല്ലാതാക്കി ഇവിടുന്ന് ചില ആളുകൾ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ പൂതിയാണ്, അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ കൃത്യമായി പ്രമാണം പറ, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ പറയുന്നതിന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി പറ. അവിടെ കൃത്യമായ പ്രമാണങ്ങൾ തമ്മിൽ മാറ്റുരക്കട്ടെ. ബലാബലമല്ല ഇവിടെ മാറ്റുരക്കേണ്ടത്, മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുമ്പോൾ നിങ്ങളും ഉദ്ധരിക്കണം ഖുർആനിൽ നിന്ന്, ഞാൻ സുന്നത്ത് ഉദ്ധരിക്കുമ്പോൾ നിങ്ങളും ഉദ്ധരിക്കണം സുന്നത്തിൽ നിന്ന്. അങ്ങനെ പ്രമാണങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ വേണ്ടത്. അതല്ലാതെ ചീത്ത വിളിച്ച് പരിഹസിച്ച് അങ്ങനെ എന്തൊക്കെ ന്യൂനതകളൊക്കെ പറയാണ്ടോ അതൊക്കെ പറഞ്ഞ് അങ്ങനെ പോവലല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവർ ഈ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം എന്താ നിങ്ങൾക്കറിയോ? ഇവർ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിന്റെ വിത്ത് പാകിയവരാണ് മുജാഹിദ് പ്രസ്ഥാനം. മുസ്ലിം കൈരളിയിൽ ഭിന്നിപ്പിന്റെ വിത്ത് പാകിയവരാണ് മുജാഹിദ് പ്രസ്ഥാനം. മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽ എന്ന് മാത്രമല്ല, മുസ്ലിം കുടുംബങ്ങളിൽ, മുസ്ലിം മഹല്ലുകളിൽ, മുസ്ലിം വീടുകളിൽ, മുസ്ലിം സമൂഹത്തിൽ തന്നെയും ഭിന്നിപ്പിന്റെ വിത്ത് വിതച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമെന്ന് പലപ്പോഴും ഇത്തരം ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ആരോപണം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും കൊണ്ടുവന്നതാരാ? കൃത്യമായി നിങ്ങൾ കേൾക്കുക, അത് പറയുന്നത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഔദ്യോഗിക സംസ്ഥയിലുള്ള അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അത് വിശദീകരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. സത്യത്തിൽ ഈ സമൂഹത്തിൽ ഭിന്നതകൾ മുഴുവൻ ഉണ്ടാക്കിയത് അവരല്ലേ? ഇപ്പോൾ ഐക്യത്തിന്റെ കാര്യം പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളല്ലേ സകല ഭിന്നതയും ഉണ്ടാക്കിയത്? എറണാകുളത്ത് സമ്മേളനം വെച്ച് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആദ്യത്തെ ഭിന്നിപ്പ് സമത്വ മുഷാവറ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ സമ്മേളനം വെച്ച് ഭിന്നിപ്പുണ്ടാക്കിയത്? മറുപടി അവരല്ല പറയേണ്ടത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആത്മീയ സംഘടനയെ കോടതി കയറ്റിയത് എന്തിനാ? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ കോടതി കയറ്റേണ്ട കാര്യമുണ്ടായിരുന്നോ? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകൾക്ക് ചുമര് വെച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കിയത് ആരാണ്? ഇന്നേ വരെ നമ്മുടെ ഈ അണികൾ അവരുടെ ഏതെങ്കിലും ഒരു മദ്രസ പിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മദ്രസയിൽ ചുമര് വെക്കാൻ നമ്മൾ പോയിട്ടുണ്ടോ? ഇവരല്ലേ പ്രശ്നമുണ്ടാക്കിയത്? അറബികളുടെ പണം കൊണ്ടുവന്ന് നാട് നീളെ മസ്ജിദിന്റെ മുമ്പിൽ പുതിയ മസ്ജിദ് ഉണ്ടാക്കി ജുമാ തുടങ്ങിയത് ആരാണ്? ആരായി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയത്? മാത്രമല്ല, പാണക്കാട് സയ്യിദ് കുടുംബവും കോഴിക്കോട് ഖാദിമാരും ഒക്കെ പണ്ട് മുതൽ മുഷാവറ ചെയ്തുകൊണ്ട് മാസം ഉറപ്പിച്ചിരുന്നു. ആരാ പുതിയ ഖാദിമാരെ നിയമിച്ച് മാസം ഉറപ്പിക്കൽ ഏർപ്പാട് തുടങ്ങിയത്? ഭിന്നിപ്പിന്റെ ഈ തുടക്കം ആര് തുടങ്ങി? അവർ പറയണം. ഇലക്ഷന്റെ മുഖത്ത് വെച്ച് ഇന്നയാളെ തോൽപ്പിക്കണം, ഇന്നയാളെ ജയിപ്പിക്കണമെന്ന് ഒരു മതസംഘടനയും പറയാത്ത കാലത്ത് ആ ഏർപ്പാട് തുടങ്ങി. സുന്നികൾക്ക് പാർലമെന്റ് വഴി ബോർഡുണ്ടാക്കി ഇലക്ഷനിൽ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും മതസംഘടനയുടെ കൊടി ഉപയോഗപ്പെടുത്തിയത് ആരാണ്? അവർ പറയണം.
ശരീഅത്ത് സംവാദ കാലത്ത് ബഹുമാനപ്പെട്ട ശംസുലമ സമുദായത്തിന്റെ ഐക്യം പറഞ്ഞപ്പോ അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് ആരാണ്? അവരാ പറയേണ്ടത്. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ജനങ്ങളെ മുഴുവൻ, കുട്ടികളെ മതവിശ്വാസത്തിനെതിരായി ചിത്രീകരിച്ചപ്പോ പാഠപുസ്തകത്തിനെതിരെ കൂട്ടായ്മ ഉണ്ടാക്കി വഴിക്ക് വെച്ച് അത് ഇട്ടേച്ചു പോയി മുസ്ലിം ഐക്യശ്രമത്തെ തോൽപ്പിച്ചതാരാ? തുരങ്കം വെച്ചതാരാ? ചരിത്രം പഠിച്ച് പറയണ്ടേ? ഈ സമൂഹത്തിന് മുമ്പിൽ സംഭവിച്ചതല്ലേ? റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ വരെ ധിക്കരിച്ചുകൊണ്ട് കോടതി കയറ്റാൻ തയ്യാറായതാരാണ്? ആ മഹാനെ വരെ ധിക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അദ്ദേഹത്തെ ധിക്കരിച്ച ഒരു മനുഷ്യന്മാരും കേരളത്തിൽ ഉണ്ടാവില്ല. വിധേയി പ്രസ്ഥാനക്കാർക്ക് പോലും ബഹുമാനമാണ്. ഏറ്റവും അവസാനം പൊന്നാനി തെരഞ്ഞെടുപ്പിൽ പോലും സംഘടന കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ആക്രമിച്ചതാരാ? അപ്പോ ആരാണ് കേരളക്കരയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ വിത്തുപാകിയത്? മുജാഹിദ് പ്രസ്ഥാനമല്ല. വളരെ കൃത്യമായി ഈ ആളുകളുടെ കൂടെ കിടന്ന ആളുകൾ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം എന്താ ചെയ്തത്? കേരളത്തിൽ വന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്കറിയോ? ഒരു പുഴയുടെ ഒരു ഭാഗത്തുനിന്ന് കുറ്റിച്ചൂളാൻ എന്ന് പറയുന്ന പക്ഷി കരഞ്ഞാൽ അടുത്ത പുഴയുടെ മറുകരയിലുള്ള വീട്ടിലുള്ള ഒരാൾ മരിക്കുന്ന വിശ്വാസമായിരുന്നു. അതിനെന്താ പരിപാടി എന്നറിയാം? അതിന്റെ പരിഹാരം മുറ്റടിക്കുന്ന കുറ്റിച്ചൂല് കുത്തനെ വെക്കുക. ഇതൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞതാണോ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഭിന്നിപ്പ്? നിങ്ങൾ പറയണം. ഇംഗ്ലീഷ് ഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് നായികക്ക് 40 വട്ടം പ്രസംഗിച്ചു നടന്ന ഉസ്താദുമാരോട് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞതാണോ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച തീവ്രത, ഭിന്നിപ്പ്? ശാസ്ത്രീയ രീതിയിൽ മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി മതപാഠശാല മദ്രസകൾ ആരംഭിച്ചപ്പോ മദ്രസയുടെ ആദ്യത്തെ മീമ്പ് നരകത്തിന്റെ മീമാണെന്ന് പറഞ്ഞ് ഇവർ പുച്ഛിച്ചപ്പോഴും മദ്രസ പ്രസ്ഥാനവുമായി കേരളക്കരയിൽ മുന്നോട്ട് പോയതാണോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിലുണ്ടാക്കിയ ഭിന്നിപ്പ്? ആണോ ഇതുണ്ടാക്കി? പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് പെൺകുട്ടികളെയും എഴുത്ത് പഠിപ്പിക്കണം, ഒരു സമൂഹത്തെയും എഴുത്ത് പഠിപ്പിക്കുന്നതിൽ നിന്ന് ഇസ്ലാമിക നിയമത്തിൽ വിലക്കില്ല എന്ന് പഠിപ്പിച്ചതും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതുമാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അങ്ങ് കുറ്റിപ്പുറവും ചങ്ങരംകുളത്തും ഓരോ സ്കൂളിന്റെയും മുന്നിൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം, നിങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ദീനിന്റെ ബാലപാഠങ്ങൾക്കൊപ്പം അതേപോലെ തന്നെ ഭൗതിക ബാലപാഠവും അവർ പഠിക്കട്ടെ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതാണോ ഞങ്ങൾ നടത്തിയ ഭിന്നിപ്പ്? നിങ്ങൾ പറയണം, എന്താ ഞങ്ങൾ നടത്തിയ ഭിന്നിപ്പ്? ഞങ്ങൾ ഈ സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. തൗഹീദ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം. കേരളത്തിലെ മുസ്ലിങ്ങളെ തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് വികലമായ വിശ്വാസത്തിൽ നിന്ന് ശരിയായ വിശ്വാസത്തിൽ നിന്ന് അനീതിയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്ന് നീതിയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഒരു മാലയിൽ കോർത്തിണക്കപ്പെട്ട മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചതാണോ ഞങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്ത തെറ്റ്? ഭിന്നിപ്പ്. അതുകൊണ്ട് ഭിന്നിപ്പിന്റെ സ്വരം നിങ്ങൾ പറയരുത്, ഐക്യത്തിന്റെ സ്വരം. ഞങ്ങൾ അതിന് വന്നതാ, ഐക്യം പറയാൻ, ഭിന്നിപ്പ് പറയാനല്ല, ഐക്യം പറയാൻ. ഐക്യത്തിന് വേണ്ടിയിട്ടേ ശ്രമിച്ചിട്ടുള്ളൂ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ ഐക്യം പറഞ്ഞവരാ. നിങ്ങളുടെ ഭാഷയിൽ അവർ ഭിന്നിപ്പിന്റെ ആളുകളായിട്ട് നിങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം അവർ മുഴുവനും തൗഹീദ സമൂഹത്തെ പഠിപ്പിച്ചത്. തൗഹീദ് പഠിപ്പിച്ചവരെ ഐക്യപ്പെടുത്താനാ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ പ്രവർത്തിച്ചത്. ഞങ്ങളും അതിന് പ്രവർത്തിക്കുന്നു. ഇനി എന്താ ആരോപണം? മുജാഹിദീങ്ങൾ പറഞ്ഞാൽ ഓലിക്ക് മുസ്ലിങ്ങളെ കാഫിറാക്കല പരിപാടി, മുസ്ലിങ്ങളെ മുശ്രിക്കാക്കല പരിപാടി. ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ തെന്നട്ടോ ഓലി ശിർക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഒക്കെ മനുഷ്യന്മാരെ മുഴുവനും മുശ്രിക്കാക്കലും കാഫിറാക്കല പരിപാടി എന്ന് പലപ്പോഴും നിരന്തരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ദുരാരോപണം നടത്താറുണ്ട്. എന്നാൽ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, തെളിവുദ്ധരിച്ചുകൊണ്ട്, വസ്തുതകൾ വെച്ചുകൊണ്ട്, രേഖകൾ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആരെയാ മുശ്രിക്കാക്കി, ആരെയാ കാഫിറാക്കി ഒന്നിവർ പറയട്ടെ? പറയാൻ കഴിയില്ല. ഇനി മാത്രമല്ല, ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവരെ കാഫിറാക്കിയ രംഗം നിങ്ങൾ കാണി. ഇവരാണല്ലോ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം കാഫിറാക്കുന്ന ടീമാണെന്ന്. ഏയ്, ഇവനക്ക് മുട്ടും കൈയില്ല, ഇവൻ ആ ചെറുവറിലില്ലാത്തവനെ കളിയാക്കുന്നത് എന്നതുപോലെയാ ഇവരുടെ അവസ്ഥ. നോക്കി, ആരാണ് കാഫിറാക്കുന്നത് കേരളത്തിൽ? അത് നിങ്ങൾ ശ്രദ്ധിക്കും. മുസ്ലിം സമൂഹത്തിൽ താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്.
നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷേഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റ് അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്, അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മാറ്റിഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ. മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നുതങ്ങളെ? ഹക്കിനെതിരെ പറയുമ്പോൾ ഇതിന്റെ തിറ്റഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമായെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അന്ത്യനാളിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തലിക്കുക തങ്ങളെ. നിങ്ങൾ സമ്പത്തോ അധികാരമോ അനുയായികളോ ഇല്ലാതെ ഏകനാകുന്ന സമയമാണ്. ഇവിടെ ആരാ കാഫിറാക്കിയെ? വലിയൊരു പണ്ഡിതൻ, ഒരു പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാള് ബഹുമാന്യനായ ഇ കെ ഉസ്താദിനെ കാഫിർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരെയാണ് കാഫിർ എന്ന് പറഞ്ഞത് നിങ്ങൾ തെളിയിക്കേ. ആരെയാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞത് രേഖകൾ വെച്ച് നിങ്ങൾ തെളിയിക്കേ. ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ഒരാളെ ഇന്നാള് കാഫിറാന്ന് പറയലില്ല, ഇന്നാള് മുശ്രിക്കാന്ന് പറയലില്ല. മറിച്ച് ഞങ്ങൾ പറയലുണ്ട്, ഇന്നത് ചെയ്താൽ നിങ്ങളിൽ ശിർക്ക് വരും, ഇന്നത് ചെയ്താൽ കാഫിറാകും, ഇന്നത് ചെയ്താൽ മുശ്രിക്കാകും. ഇത് ഞങ്ങൾ പറയലുണ്ട്. ഇന്നാള് ആ പോണ ആളുണ്ട്, അയാൾ മുശ്രിക്കാട്ടോ, അയാൾ കാഫിറാട്ടോ. ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ കാഫിറിന്റെ സ്വഭാവത്തിലേക്ക് പോകും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അയാൾ മുശ്രിക്കിന്റെ സ്വഭാവത്തിലേക്ക് പോകും. ഇത് പറയലുണ്ട്. ഇതല്ലാതെ ഞങ്ങൾ ഇന്നയാള് കാഫിറാണ്, ഇന്നയാള് മുശ്രിക്കാണ് എന്ന് ഒരു സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ഒരു പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലതനും. ഇനി മാത്രല്ല, ഇപ്പൊ ഇവര് തുള്ളിക്കളിക്ക ഏൽപ്പിക്കാര്
തുള്ളിക്കളിക്കുക. കണ്ടില്ലേ, മുജാഹിദിന്റെ തൗഹീദ് തകർന്നു തരിപ്പണമായി പോയി. അറബിക്കടലിലേക്ക് ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദിന്റെ തൗഹീദ്. ഇപ്പൊ 8 പൊട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന നൗഷാദ് ഹസനി പല രൂപത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തെ കളിയാക്കി പരിഹസിച്ച് പോയിട്ടുണ്ട്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസത്തിലോ ഞങ്ങളുടെ ആചാരത്തിലോ ഞങ്ങളുടെ അനുഷ്ഠാനത്തിലോ ഞങ്ങൾക്കൊരു മാറ്റവുമില്ല. ലോകത്തിന്റെ തമ്പുരാൻ പഠിപ്പിച്ചു തന്നത് തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് പാലിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഇനി മാത്രമല്ല, ഇവർ പറയുന്നറിയോ, മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ തകർന്നു പോയ എന്താ കാരണം എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം പൂർവികരെ ബഹുമാനിക്കൂല. പൂർവികരുടെ മാർഗമൊക്കെ ഒഴിവാക്കി കളഞ്ഞു. മഹാന്മാരുടെ മാർഗങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോയത് എന്ന് ഒരു ഉസ്താദ് ആരോപിക്കുന്നു. കേൾക്കുക, അവിടെ നമ്മൾ അടിസ്ഥാനപരമായി പറയുന്നത് എന്താ? തൗഹീദ് പഠിപ്പിക്കേണ്ടത് റസൂലുള്ളയാണ്. ആ റസൂല പഠിപ്പിച്ച് കേട്ട സ്വഹാബത്താണ്. അവരെ കണ്ടത് താബിയങ്ങളാണ്. അവരെ അനുഭവിച്ച താബിയങ്ങളാണ്. ആ തലമുറയിൽ ഇമാമിയങ്ങൾക്കൊന്നും കിട്ടാത്തൊരു തൗഹീദ് നമുക്ക് വേണ്ട. ഓല് പറയാത്തൊരു വിശദീകരണേ നമ്മൾ കേൾക്കണ്ട. ഓൽക്ക് ഇല്ലാത്തൊരു ഈമാനെ നമുക്ക് ഉണ്ടാകണ്ട. അതുകൊണ്ട് പൂർവികരായ സലഫിനെ ഖലഫിനെ ഒക്കെ അംഗീകരിക്കണം. അത് നിങ്ങൾ വിട്ടു, അതാ നിങ്ങൾക്ക് പറ്റിയ കുഴപ്പോ. ശരി, ഞങ്ങള് പൂർവികരെ വിട്ടു, അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വന്ന അബദ്ധമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സമസ്തയുടെ വിശ്വാസം നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ സമസ്തയുടെ അനുഷ്ഠാന കർമ്മങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും വിശ്വാസങ്ങളും നിങ്ങൾ പരിശോധിക്കുക. അത് 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ ഏത് വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? ഏത് അനുഷ്ഠാനമാണ് നിങ്ങൾക്കുള്ളത്? ഏത് ആചാരമാണ് നിങ്ങൾക്കുള്ളത്? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ പറ്റിയ ഏത് ആചാരം നിങ്ങൾക്കുള്ളത്? ഏത് അനുഷ്ഠാനം നിങ്ങൾക്കുള്ളത്? ഏത് വിശ്വാസം നിങ്ങൾക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഓരോ വിഷയങ്ങളും വെച്ച് ചോദിക്കണം. ഒന്ന്, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ജാറത്ത് പോയിട്ടാ പ്രാർത്ഥിച്ചത്? നിങ്ങൾ ജാറത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഏത് ജാറത്തിൽ പോയാണ് പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയാൻ ഞങ്ങൾ പൂർവികരുടെ പാതയിലാണെന്ന്. നിങ്ങൾ കാണിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ജാറത്ത് പോയിട്ടാണ് പ്രാർത്ഥിച്ചത്? മാത്രമല്ല, ഏത് ജാറത്ത് പോയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർച്ച കഴിച്ചത്? നിങ്ങൾ കാണിക്ക്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1,00,000-ൽ പരം വരുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഏത് സ്വഹാബത്താണ് ജാറത്തിൽ പോയി നേർച്ച കഴിച്ചത്? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? മാത്രമല്ല, ഏത് ജാറത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു സിയാറത്ത് ടൂർ നടത്തിയത്? നിങ്ങൾ കാണിക്ക്. നിങ്ങൾ പാരമ്പര്യത്തിന്റെ ആളുകളല്ലേ? ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ്. ഞങ്ങൾ ഇവിടുന്ന് ചങ്ങല കുലുക്കിയാൽ റസൂലുള്ളാന്റെ തിരുഹളറത്ത് പോയിട്ട് ഇങ്ങനെ മണിയടിക്കുന്ന ഇവര് പറയല്. നിങ്ങൾ പറയും, എവിടെ നിങ്ങളുടെ പാരമ്പര്യം? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതു വർഷത്തിലാണ് ഒരു സലാത്ത് വാർഷികം നടത്തിയത്? ഏത് വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സലാത്ത് പോക്കറ്റിലാക്കി മദീനയിലേക്ക് കൊണ്ടുപോകുന്ന സമ്പ്രദായം എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്? നിങ്ങൾ പറയണം. ഇനി മാത്രല്ല, ഇവരെ ഏത് കാര്യം പരിശോധിച്ച, മൗലിദിന്റെ കാര്യം പരിശോധിക്ക്. 600 കൊല്ലത്തെ പാരമ്പര്യമല്ലാതെ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ 600 കൊല്ലത്തെ പാരമ്പര്യല്ലേ ജന്മദിനാഘോഷത്തിന് ഇവർക്ക് പറയാൻ കഴിയുക? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. സമസ്തക്കാർ AP സമസ്ത അവരുടെ പുസ്തകത്തിൽ എഴുതി, ഹിജറ 300-ന് ശേഷം വന്നതാണ്. ഹിജറ 300-ന് ശേഷം വന്നതാണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ പഠിപ്പിക്കപ്പെട്ട ആഘോഷമല്ല ഇത് എന്ന് പഠിപ്പിച്ചു. നിങ്ങൾ പറ, നിങ്ങളെ കയ്യിൽ എന്താ ഉള്ള 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള? എന്നിട്ട് നിങ്ങൾ പറയാം, നിങ്ങൾ പാരമ്പര്യത്തിന്റെ ആൾക്കാർ, ഞങ്ങൾ പാരമ്പര്യത്തിന്റെ പുറത്ത്. ഞങ്ങൾ ചെയ്യുന്ന വിശ്വാസവും ഞങ്ങൾ ചെയ്യുന്ന ആചാരവും അനുഷ്ഠാനങ്ങളും നിങ്ങൾ പരിശോധിക്കുക. ഏതാണ് 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമില്ലാത്ത കർമ്മം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങൾ കൈകെട്ടി, റസൂലുള്ള കൈകെട്ടിയത്. റസൂലുള്ള കൈകെട്ടി, നെഞ്ഞത്ത് കൈകെട്ടി, ഞങ്ങൾ നെഞ്ഞത്ത് കൈകെട്ടുന്നു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ബിസ്മില്ലല്ലാഹി ഓതി, ഞങ്ങളും ബിസ്മില്ലല്ലാഹി ഓതുന്നു. നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടപ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല.
ഏത് കാര്യം പരിശോധിച്ചാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയോ? ഇനി മാത്രമല്ല, ഇവർക്ക് ആരുമായിട്ടാ ബന്ധം എന്നറിയോ? ഇവരെന്നെ എഴുതിയിട്ടുണ്ട്. ഇവർക്കാരുമായിട്ടാ ബന്ധം ഇവരെന്നെ എഴുതിയിട്ടുണ്ട്. അൽ മുബാറക് മാസിക 22 കൊല്ലങ്ങൾക്ക് മുമ്പ് അൽ മുബാറക് വാരികയിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് എന്താണെന്നറിയുമോ? സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദികളും എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. ആരാ എഴുതിയത്? സമസ്തയുടെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനായ പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ്. ഒറിജിനൽ ഖുറാഫിയായ പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ് പറയുന്നുണ്ട്, സമസ്തക്കാർക്ക് ആരുമായിട്ടാ ബന്ധം? ശരിക്കും ശ്രദ്ധിച്ചോ? മരിച്ചുപോയ പ്രവാചകന്മാർക്കും ഔലിയാ എന്ന് പറയുന്ന പുണ്യാത്മാക്കൾക്കും അവരുടെ മരണശേഷവും ഭൗതിക ലോകത്തെ കാര്യങ്ങളിൽ ഇടപെടാനും ലോകരെ സഹായിക്കാനും വേണമെങ്കിൽ ഉപദ്രവിക്കാനും അള്ളാഹു കഴിവ് നൽകുമെന്നാണ് അശ്അരി മാതുരീദി സുന്നികളുടെ വിശ്വാസം. ഇത് തന്നെയാണ് ഷിയാക്കളുടെയും വിശ്വാസം. മരിച്ചുപോയ ആൾക്കാർക്ക് ഭൗതിക ജീവിതത്തിലും അഭൗതിക ജീവിതത്തിലും ഇടപെടാൻ കഴിയുമെന്നാണ് ആരുടെ വിശ്വാസം? സമസ്തക്കാരുടെ വിശ്വാസം. അതേ വിശ്വാസമാണ് ഷിയാക്കളുടെ വിശ്വാസം. ഇനി പറ, നിങ്ങൾക്ക് പാരമ്പര്യം പറയാൻ എന്താ അവകാശം? അല്ലാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യം പറയാൻ എന്തവകാശമാണ്? ഒരവകാശമില്ല. തീർന്നിട്ടില്ല. അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വരി ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. എന്താ പറഞ്ഞത്? അടിസ്ഥാനപരമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. ഞങ്ങൾ ഇന്ന് പറഞ്ഞല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞതാ. ഇവരുടെ പാരമ്പര്യം ഷിയായിസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവരുടെ വിശ്വാസത്തിന്റെ വേരുകൾ ഷിയായിസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവരുടെ അനുഷ്ഠാനത്തിന്റെ വേരുകൾ ഷിയായിസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവരുടെ ആഘോഷത്തിന്റെ വേരുകൾ ഷിയായിസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആരാ ഷിയാക്കള്? ചിലപ്പോ ഷിയാക്കൾ എന്ന് ചിലപ്പോ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ആരാ ഷിയാന്ന് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. ഷിയ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഷിയ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ റസൂല് പ്രവാചകത്വം അടിച്ചെടുത്ത ആളാണ്. റസൂലുള്ളാഹ്ക്കല്ലേ ശരിക്കും വഹീ കിട്ടേണ്ടത്. വഹീ കിട്ടേണ്ട ആള് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഷിയാക്കളുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന് വഹീ കിട്ടുമെന്ന് തോന്നിയപ്പോ റസൂൽ എന്തെന്നറിയോ? മോനെ അലിയെ, എന്റെ മോളെ കെട്ടിക്കോ, ഞാൻ പ്രവാചകത്തെ എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് മോളെ കൊടുത്തിട്ട് പ്രവാചകത്വം തിരിച്ചു വാങ്ങി എന്ന വിശ്വാസമുള്ളവരാണ് ഷിയാക്കൾ എന്നാണ് ലോകത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും നായ്ക്കളാണ്, നഊദു ബില്ലാഹ് എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. നിങ്ങൾ ഇടി കേൾക്കലില്ലേ? ഇടി അത് അലി റളിയല്ലാഹു അൻഹു കുരക്കുന്നതാണ്. ഇടി നിങ്ങൾ മിന്നു കാണില്ലേ? അത് അലി റളിയല്ലാഹു അൻഹു ചിരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഷിയാക്കള്. ഈ ഷിയാക്കളുടെ തൗഹീദുമായിട്ട് ഇവർക്ക് യോജിപ്പ് എന്ന് ഇവര് തന്നെ എഴുതുക. മാത്രല്ല, നിങ്ങൾ കാണല്ലേ, നമ്മളൊക്കെ ഖുർആനിൽ പറയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ എനിക്ക് മുസ്തഖീമായ വഴിയിലേക്ക് എന്നെ ചേർക്കണം നമ്മൾ പറയും. ഈ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഷിയാക്കളുടെ വിശ്വാസപ്രകാരം മുസ്തഖീം എന്ന് പറഞ്ഞാൽ അലീന. ഇഹ്ദിന അലീന, എന്നെ അലീന്റെ മാർഗത്തിലാക്ക്. ഈ പിഴച്ച വിശ്വാസത്തിന്റെ ആളുകളുമായിട്ടാണ് നിങ്ങൾക്ക് തൗഹീദിൽ യോജിപ്പെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യം പറയാനുള്ള അവകാശമില്ല. നിങ്ങൾക്ക് പാരമ്പര്യം പറയാനുള്ള അവകാശമില്ല. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അവകാശമില്ല. മാത്രമല്ല, വീണ്ടും പറയാൻ, പുണ്യാത്മാക്കളുടെ ഖബറിടങ്ങൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹം തേടുന്നത് സുന്നികളും ഷിയാക്കളും പുണ്യകർമ്മമായി കരുതുന്നത്. അഹ്ലുസുന്നത്തിന്റെ ഒരാളെ ഇവർക്ക് കൂട്ടാനില്ല. ഇവർക്ക് ഷിയാക്കളുമായിട്ടാ കൂട്ട്. ഏത് കാര്യം പരിശോധിച്ചാലും സഹോദരങ്ങളെ, ഇവർക്ക് കൂട്ട് ഷിയാക്കളുമായിട്ടാണ് കൂട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൂർവികരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന് അന്ന് ഹജ്ജത്തുൽ വിദാഇൽ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന് ഏൽപ്പിച്ചു കൊടുത്ത മതം, അത് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്ത് നെഞ്ചിലേറ്റിയ മതം, ആ മതത്തിലാണ് ഞങ്ങളുള്ളത്, ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്തവരോട് തേടുന്ന ഒരു സാഹചര്യം, ഒരു സന്ദർഭം, ഒരു ചിന്ത ഞങ്ങളിലേക്ക് കടന്നു വരില്ല. നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മളിലേക്ക് ശിർക്ക് വരും. അതുവഴി നമ്മൾ നരകത്തിലേക്ക് എത്തിച്ചേരും. പിന്നെ ഇവര് പറയുന്നെന്തറിയോ? ഇവിടെ വന്ന മുസ്ലിയാര്
ഇവരെ ദുആവും ഇവരെ പ്രാർത്ഥനയും ഒക്കെ പൊളിഞ്ഞിക്കണം. മുജാഹിദിന്റെ കൂട്ടത്തിൽ ആരാ പ്രാർത്ഥനയുടെ നിർവചനം പറയാൻ ധൈര്യമുള്ള? മുജാഹിദിന്റെ കൂട്ടത്തിൽ ആരാ പ്രാർത്ഥനയുടെ നിർവചനം പറയാൻ ധൈര്യമുള്ള? പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം പൊളിഞ്ഞ് പാളീസായി പോവും എന്നൊരാളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അതൊന്ന് കേൾക്ക. പ്രാർത്ഥന എന്താ നിങ്ങൾക്കറിയോ? ഒരൊറ്റ മുജാഹിദ് ഇവിടെ ഒന്നൊന്ന് പറയട്ടെ. ഉസ്താദെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇന്ന സംഗതിയാണ്. അന്ന് മുജാഹിദ് പിരിച്ചുവിടേണ്ടി വരും. പിരിച്ചുവിട്ട് കഴിഞ്ഞ് നിർവചനം പറഞ്ഞിട്ടേ ഇതൊക്കെ പൂതിയാണ്. ഇയാൾക്ക് ഞങ്ങളെ പിരിച്ചുവിടുന്നത് എന്തിനാ? ഞങ്ങൾ തകർന്നു തരിപ്പണായി പുഴയിലേക്ക് ഒലിച്ചു എന്നൊക്കെ ഇയാൾ പറയണ്ടല്ലോ. എന്നിട്ട് ഇയാൾക്ക് എന്തിനാ പേടി? എവിടെ ചെന്നാലും അവിടുത്തെ പരിപാടി മുടക്കുക, അവിടുത്തെ പരിപാടി കലക്കുക, അവിടെ എങ്ങനെയെങ്കിലും LCDന്റെ പെർമിഷൻ റദ്ദാക്കുക. ഏത് നാട്ടിൽ പരിപാടി വെക്കുകയാണെങ്കിൽ അവിടെ പെർമിഷൻ റദ്ദാക്കുക. ഇതെന്തിനാ ഇവർ ചെയ്യുന്നത്? ഞങ്ങൾ ഒലിച്ചു, ഞങ്ങൾ തൗഹീദില്ല, പ്രാർത്ഥനക്ക് നിർവചനമില്ല, ഒന്നും ഇല്ലാത്ത ആൾക്കാർ. പിന്നെന്തിനാ ഇയാൾക്ക് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം? ഇയാൾ പറഞ്ഞെന്താ? പ്രാർത്ഥനക്ക് നിർവചനം പറയാൻ മുജാഹിദിന് ധൈര്യമില്ല. അങ്ങനെ മുജാഹിദ് പറഞ്ഞാൽ മുജാഹിദിന്റെ ആപ്പീസ് പൂട്ടും. ഇനി വേണ്ട, നമ്മൾ നിർവചനം പറയണ്ട. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ ആപ്പീസ് പൂട്ടുമല്ലോ. ഇനി അയാൾ തന്നെ പറയട്ടെ എന്താ നിർവചനം എന്ന്. ആരംഭ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമ്പോ, ബദരീങ്ങളെ വിളിക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം. പറഞ്ഞു, മുസ്ലിമീങ്ങളെ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ ദൈവമാണെന്ന്? നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ശൈഖ് ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മുജാഹിദിന്റെ മുഖപത്രം പറയുന്നതോ അങ്ങനെ വിളിക്കുമ്പോ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് നടത്തുന്ന വണക്കമാണ് ആരാധനയാവുകയുള്ളൂ. പറയൂ നിങ്ങൾ. ശരി, അദ്ദേഹം പറഞ്ഞത് നൗഷാദ് ഹുസൈനും പറയുന്നുണ്ട് ഇതേ വാചകം തന്നെ. അതുകൊണ്ട് അലവി സക്കാഫി പറഞ്ഞിട്ടതാണ്. അതുകൊണ്ട് ആരും ഇല്ലാന്ന് വിചാരിക്കേണ്ട. അത് വേണമെങ്കിൽ അത് വിട്ടുതരും. സമയത്തിന്റെ കുറവുകൊണ്ട് അത് മാത്രം ഇട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത്, ഇബാദത്താകുന്നത് ചോദിക്കപ്പെടുന്ന വ്യക്തി ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള തേട്ടമാണ് ആരാധന, പ്രാർത്ഥന എന്നാ അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിനെ തെറ്റാണ്. ഒരാൾ ചോദിക്കപ്പെടുന്ന വ്യക്തി ദൈവമാണെന്ന് വിശ്വസിച്ച് അയാൾ ദീനിൽ തന്നെ പുറത്തുപോയില്ലേ? ചോദിക്കപ്പെടുന്ന വ്യക്തി റബ്ബാണെന്ന് വിശ്വസിച്ചാൽ തന്നെ അയാൾ പൊളിഞ്ഞില്ലേ? അയാൾ ദീനിന്ന് പുറത്തുപോയില്ലേ? പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി മാത്രല്ല, നിങ്ങൾ പഠിച്ചോ എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഏതാണ് പ്രാർത്ഥനയാവുക, ഏതാണ് ഇബാദത്താവുക, ഏതാണ് ഇബാദത്താകുന്ന പ്രാർത്ഥന എന്ന് വളരെ കൃത്യമായി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അജ്മഅ കുല്ലുൽ അംബിയാഹി അലൈഹിമുസ്സലാം, മുഴുവൻ അമ്പിയാക്കന്മാരും ഏകോപിച്ചിട്ടുണ്ട്. എന്ത്? അന്ന ഇബാദത്തു ഗൈരില്ലാഹി തആല കുഫ്റുൻ, അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ കുഫ്റാണ് എന്ന് എല്ലാ അമ്പിയാക്കന്മാരും ഏകോപിച്ചിട്ടുണ്ട്. എങ്ങനെ? സവാഉൻ ഇഅ്തഖദ ഫീ ദാലികൽ ഗൈരി കൗനുഹു ഇലാഹൻ ലിൽ ആലമീൻ, ഞാൻ ചോദിക്കുന്ന വ്യക്തി റബ്ബാണെന്ന വിശ്വാസത്തോടെ ചോദിച്ചാലും ഇലാഹാണെന്ന വിശ്വാസത്തോടെ ചോദിച്ചാലും ശരി, അവി ഇഅ്തഖദു ഫീഹി അന്ന ഇബാദതഹു തുഖർരിബുഹും ഇലല്ലാഹി തആല, അഥവാ ഞാൻ ചോദിക്കപ്പെടുന്ന വ്യക്തി എന്നെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാധ്യമമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലും അത് കുഫ്റാണ് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞേ? ചോദിക്കപ്പെടുന്ന വ്യക്തി. ഇത് മൈക്ക് ഞാൻ എന്നോടാ ചോദിക്കുന്നത്. ഇത് റബ്ബാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുന്ന ഓല് പറയുന്നത്. ഇത് റബ്ബാണെന്ന് വിശ്വസിച്ച് വിളിച്ചാലേ ശിർക്കാവുന്ന ഓല് പറയുന്നത്. അതെങ്ങനെയാ? പൊട്ടപ്പോയത്തരല്ലേ? റബ്ബാണെന്ന് വിശ്വസിച്ച ഞാൻ മുശ്രിക്കായില്ലേ? രണ്ട് ഇതിൽ പറയാണ്, ഇമാം റാജി പറയാൻ, റബ്ബാണെന്ന് വിശ്വസിച്ചാലും ശരി, ഈ മാർഗം ഞാൻ ഇയാളോട് പ്രാർത്ഥിക്കുന്നത് വഴി ഇയാൾ എന്നെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാധ്യമമാണെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്നിലേക്ക് ശിർക്ക് വന്നു, കുഫ്ർ വന്നു എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ലോകത്തൊരു മനുഷ്യരും വിശ്വസിക്കുന്നില്ല. എന്ത് വിശ്വസിക്കുന്നില്ല? അള്ളാനെ പോലെ കഴിവുള്ള അള്ള വേറുണ്ട്, അള്ളാനെ പോലെ കഴിവുള്ള വേറെ ഇലാഹുണ്ട് എന്ന് ഒരാൾക്കും വിശ്വാസമില്ല എന്ന് ആരാ പറഞ്ഞെന്നറിയോ? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അന്നഹു ലൈസ ഫിൽ ആലം, ലോകത്ത് ഒരാളുമില്ല നൗഷാദ് ഹുസൈനി ഒഴികെ. എന്താ പ്രത്യേകത? അവരൊരിക്കലും അള്ളാഹുവിന് പങ്കുകാരം നിശ്ചയിക്കുന്നില്ല.
അവരെന്താണ് പങ്കുകാരൻ നിശ്ചയിക്കുന്നത്? യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മതി എന്ന് പറഞ്ഞാൽ അല്ലാഹനെ പോലെ കഴിവുള്ളവരാണ്, അല്ലാഹനെ പോലെ അസ്തിത്വമുള്ളവരാണ്, അല്ലാഹനെ പോലെ ഇൽമുള്ളവരാണ്, അല്ലാഹുവിനെ പോലെ ഹിക്മത്തുള്ളവരാണ് എന്ന് ഒരാളും ചോദിക്കപ്പെടുന്ന വ്യക്തിയെ പറ്റി വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ലോകത്തൊരാളുമില്ല. അങ്ങനെ വിശ്വസിക്കാതിരുന്നാലും അവിടെ ശിർക്ക് വരും എന്നാണ് ഇമാം റാജി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, അള്ളയെല്ലാം സൃഷ്ടിച്ച നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ചന്ദ്രൻ സൃഷ്ടിച്ച അള്ളയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഭൂമിയെ സൃഷ്ടിച്ച അള്ളയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം അള്ളയാന്ന് വിശ്വസിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ ശൈഖന്മാരോടും തങ്ങന്മാരോടും ഈ ജാരങ്ങളോടും അതല്ലെങ്കിൽ ഈ അസ്നാമുകളോട് ബിംബങ്ങളോടൊക്കെ നിങ്ങൾ തേടുന്നെന്തിനാന്ന് ചോദിച്ചു. അവര് പറയാൻ അള്ളാന്റെ ഖുർആൻ മുശ്രിക്ക് എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ലോകത്തിന്റെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളോട് വിഗ്രഹങ്ങളോട് തേടുന്നില്ല എന്നാ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം. എന്നാ മക്കയിലെ മുശ്രിക്കൊന്നും മുശ്രിക്കല്ലാതാവോ? ഇവരെ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. കാരണം എന്താ? അവരാരും മുന്നിലുള്ള ദൈവം സാക്ഷാൽ അള്ളയാണെന്ന് വിശ്വസിച്ചിട്ടില്ല, അള്ളാഹിനെ പോലെ കഴിവുണ്ടെന്ന് അവർക്ക് വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് എന്തിനാ അള്ളാഹുവിന്റെ റസൂൽ മക്കയിലെ മുശ്രിക്കുകളെ എന്ന് വിളിച്ച് അവര്